നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ പേട്രിയേറ്റ് കണ്ടു മക്കളെ. പേട്രിയേറ്റ് മൊത്തത്തിൽ പറയുമ്പോൾ ഒപ്പിച്ച് പോകാനേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതും ഇതും വിചാരിച്ചിട്ടൊന്നും വരാൻ പാടില്ല. എന്നുവെച്ചാൽ മമ്മൂട്ടി മോഹൻലാലും കൂടിയിട്ട് 18 വർഷത്തിന് ശേഷം വരുന്ന സിനിമയാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് 2020 കഴിഞ്ഞിട്ട് ഉള്ള ഒരു സിനിമയാണ്. 2020 അല്ല, ഹരിൻഷൻസും അല്ല, അങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ടല്ലോ. അതൊന്നും അല്ല ഇതൊരു വെറൈറ്റി പടമാണ്. ശരിയാണ്. ഇതിന് നടന്മാർക്ക് പ്രാധാന്യമില്ല, കഥക്കാണ് പ്രാധാന്യം. കഥയാണ് ഇതിൻ്റെ ഒരാവേശം. അങ്ങനെ വന്ന് കാണാൻ വരുന്നവർക്ക് ഇത് നല്ല സിനിമയാണ്. അല്ലാതെ മൊത്തത്തിലൊന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഇത് അത്ര വലിയതായിട്ട് തോന്നുന്നില്ല. ഇത്രയും കോടികൾ മുടക്കി എന്നെല്ലാം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരുപാട് കോടികൾ മുടക്കി എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയില്ല. പിന്നെ എന്ന് വെച്ചാൽ മോഹൻലാലും മമ്മൂട്ടിയും വരുന്നതിൻ്റെ ഇതിൽ അതന്നെ മെയിൻ. മോഹൻലാലും മമ്മൂട്ടിയും ഇത്രയും വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ അതിൻ്റേതായ ഒരു ഇത് വേണ്ടേ, ഒരു പ്രേക്ഷകരിലെ ആ ഒരു ആവേശം വരുത്തിക്കണ്ടേ. അങ്ങനെയുള്ള ഇതൊന്നുമില്ല. മമ്മൂട്ടി ഫസ്റ്റ് തന്നെ കാണിക്കുമ്പോൾ തന്നെ ഒരു ശോകമൂകനായിട്ടാണ് കാണുന്നത്. മോഹൻലാൽ വരുമ്പോൾ കുറച്ചും കൂടി ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇതായിട്ട് കൊടുത്തിട്ട് സീനെല്ലാം കൊടുത്തിട്ട് അടിപൊളിയായിരിക്കും. എന്നിരുന്നാലും മോഹൻലാലിന് ഒരു കാലില്ല, ഒന്ന് വെപ്പ് കാലാണ്. അത് അങ്ങനെ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. മേജറായിട്ട് പട്ടാളക്കാരനായിട്ട് തന്നെ വിലസിയാൽ മതിയേനും. എന്നാൽ സിനിമയെല്ലാം നല്ല ഒരു ആവേശം ഉണ്ടാവും. അങ്ങനെ മോഹൻലാൽ പകുതിക്കൊന്ന് മരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ടായിരുന്നേനെ. മോഹൻലാൽ ആകെ 3-4 സീനിലേ ഉള്ളൂ. അതന്നെ എന്താ പറയണ്ടേ, അതിൽ വരേണ്ട ആവശ്യമില്ലേന് ശരിക്കും പറഞ്ഞാൽ. വേറെ ഏതെങ്കിലും നടനെ വെച്ച് ചെയ്താൽ മതി. പിന്നെ അങ്ങനെയല്ലേ വരുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ പറയാന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആകെ ചിരിക്കാൻ കുറച്ച് സമയം, ആകെ 30 സെക്കൻഡ്. 3 മണിക്കൂർ പടത്തിലാകെ 30 സെക്കൻഡ് അങ്ങാണ്ട് ചിരിക്കാനുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഇങ്ങനെ ഇരുന്നോളൂ. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എൻ്റെ അഭിപ്രായമല്ല, നിങ്ങളുടെ അഭിപ്രായം. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇതിലേക്കൂടി കമൻറ്റ് തരുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഇതിലേക്കൂടി കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം ഉള്ളത് മക്കളെ. അപ്പോൾ മോഹൻലാൽ പകുതിക്കറ്റ് തീരുന്നുണ്ട്. അത് വേറെ ഒരു പോയിൻ്റ്. അതാണ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പഴയ നടന്മാരൊക്കെ പോയി, നടന്മാർ എല്ലാം നമ്മളെ വീട്ടിൽ പോയി. ഇപ്പോഴത്തെ സിനിമയിലെന്ന് പറഞ്ഞാൽ അഭിനേതാക്കൾ കുറവാണ്. ആ നയൻതാര വന്നിട്ട്, നയൻതാര ഒന്നും വരേണ്ട ആവശ്യമില്ല. അതേതെങ്കിലും ഒരു നടീനെ വെച്ചിട്ട് ചെയ്താൽ മതി. എന്താ പറയേണ്ടത്, ഒന്നും മേലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഥയെല്ലാം നല്ല തന്നെയാണ്. ഇന്നത്തെ തലമുറ എല്ലാ ജനങ്ങളും കാണേണ്ട സിനിമ തന്നെയാണ്, നല്ല കഥ. പക്ഷെ ആ എടുത്ത രീതിക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം. പ്രത്യേകിച്ച് മോഹൻലാൽ മമ്മൂട്ടിക്ക് ഒരു പ്രാധാന്യം എങ്ങനെ കൊടുക്കണം. മോഹൻലാലിന് തീരെ കൊടുത്തിട്ടില്ല കേട്ടോ. മോഹൻലാൽ വന്ന തന്നെ ഇൻ്റർവെല്ലിന് ശേഷമാണ് മോഹൻലാൽ വന്നത്. അപ്പോൾ ഈ മോഹൻലാൽ വന്നിട്ടെങ്കിൽ അതിൻ്റെ രണ്ടാളും കൂടിയിട്ടുള്ള കഥ മുന്നോട്ട് കൊണ്ടുപോകണം. എങ്ങനെയാണെന്നുള്ളത് സഹായത്തിനാണ് വരുന്നത് മമ്മൂട്ടീന്. പക്ഷേങ്കിൽ പകുതിക്ക് എത്തുമ്പോഴത്തേക്ക് മോഹൻലാലിൻ്റെ കാറ്റ് തീരും. അതൊരു കാലമില്ല. അപ്പോൾ അങ്ങനെയെല്ലാം വരുമ്പോൾ ആ ഒരു ആവേശം അല്ലേ, മലയാളത്തിൽ ആവേശം കിട്ടുന്നില്ല. രണ്ടാളും കൂടി വന്ന കാര്യങ്ങളൊക്കെ ഇത്രയും വലിയ ഗുണ്ടകള അമർച്ച ചെയ്യേണ്ട ചെയ്യേണ്ട രീതിയൊന്നും അത്ര എല്ലാം സിമ്പിളായിപ്പോയി. അതായത് വില്ലന്മാരെ ഒതുക്കുന്നത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും സിനിമ തീർക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ ബോറായി പോവും. അപ്പോൾ എങ്ങനെയെങ്കിലും വില്ലന്മാരെ വേഗം പെട്ടെന്ന് തീർക്കണം. അതുപോലെ തന്നെ മമ്മൂട്ടിക്കൊന്നും വയ്യാന്ന്. മമ്മൂട്ടീൻ്റെ ആ പ്രായം അങ്ങനെയുള്ള റോളാണ്. എന്നിരുന്നാലും മേക്കപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല ചെറുപ്പക്കാരനാണ് മമ്മൂട്ടി. അപ്പോൾ മമ്മൂട്ടിക്ക് അത് വല്ലാത്ത അവസ്ഥ. അത് കുറേ മുന്നേ മമ്മൂട്ടിക്ക് വയ്യാതപ്പം ഷൂട്ട് ചെയ്ത സമയം ആയിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ശരിക്കും കാണുന്നുണ്ട് മുഖത്തെല്ലാം. മോഹൻലാലിന് അങ്ങനെ തിരിയുന്നില്ല. മോഹൻലാൽ ജെന്റിൽമാനാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ആ ഫസ്റ്റ് വരുന്ന സീനെല്ലാം കാണിക്കുന്ന തന്നെ ആവേശമുണ്ട്. മമ്മൂട്ടീൻ്റെ ഒന്ന് ഫസ്റ്റ് തന്നെ കാണിക്കുന്നതെന്ന് ഒരു ശോകമൂകനായിട്ടാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും എല്ലാം 3 മണിക്കൂർ കൊണ്ട് എന്തോ വന്ന് തുടങ്ങി, എന്തെല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് അവസാനം അങ്ങ് പെട്ടെന്ന് സംഭവം പരിപാടി നടത്തും. അതുപോലെയായിപ്പോൾ ഈ പേട്രിയേറ്റിൻ്റെ ഒരവസ്ഥ.
എന്നിരുന്നാലും കണ്ടിരിക്കാം. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിപ്രായം വരുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് കണ്ടിരിക്കുക, എല്ലാവരും കാണേണ്ട സിനിമ തന്നെയാണ്. കാരണം കഥ, അപ്പോൾ കഥയാണ് നായകൻ, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും കാണുക, കഥയാണ് നായകൻ. ഒന്നുകൂടി പറയാം, കഥയാണ് നായകൻ, നായകന്മാരല്ല കഥയാണ് നായകൻ. എന്നിരുന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെ മോഹൻലാലിനും മമ്മൂട്ടിക്കും അതിൻ്റേതായ പ്രാധാന്യം മോഹൻലാലിന് വളരെ കുറഞ്ഞു പോയി. മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ അവസാനം വരെ നിൽക്കേണ്ടതാണ്. പകുതിക്ക് പോയി അത് വല്ലാത്തൊരു ഇതായി. പിന്നെ ഫൈറ്റ് സീനൊന്നും അത്ര പോരാ. മോഹൻലാലിൻ്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അത് സൂപ്പറാണ്. ഒരു കാലില്ല എന്തായാലും, അപ്പോൾ അതിനനുസരിച്ചുള്ള ഫൈറ്റ് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ കാണുക, എല്ലാവരും കാണുക, വിജയിപ്പിക്കുക. ഓക്കെ, ബൈ.